ിലേക്ക് മടങ്ങി വരാൻ എനിക്ക് അതിന്റെ ഒരു എക്സ്പെർട്ടീസ് ഇല്ല. എന്നാലും വീട്ടിൽ ഗ്യാസ് ഉപയോഗിക്കുന്നുണ്ടല്ലോ. ഞാൻ പറയുന്നത് വീട്ടമ്മമാര് കുറച്ച് പാനിക്കായോ എന്ന് എനിക്ക് പാനിക്കായിട്ടുണ്ട് തീർച്ചയായിട്ടും. അപ്പൊ ഞാൻ 2 എക്സാമ്പിള് എത്രമാത്രം റിലവന്റ് ആണെന്ന് എനിക്കറിയില്ല. ഞാൻ 2011 ചൈനയിൽ ജോലി ചെയ്യുന്ന സമയത്ത് ഫുക്കോഷിമ ജപ്പാനില് ആണവ നിലയം സുനാമി വന്നിട്ട് അതിനകത്ത് റേഡിയേഷൻ ഒരുപാട് പ്രശ്നങ്ങളുണ്ടായി. അപ്പൊ എന്റെ സുഹൃത്ത് ജേർണലിസ്റ്റുകൾ ഉണ്ടായിരുന്നു. അവര് പോയ ഒരു കഥയുണ്ട്. ചൈനീസ് ജേർണലിസ്റ്റ്, ചൈനക്കാർ ഇന്ത്യക്കാരെ പോലെയാണ്. ഇവര് പോകുന്ന വഴി പെട്രോൾ സ്റ്റേഷൻ വന്നു, സ്വന്തമായിട്ടാണ് ഫില്ല് ചെയ്യുന്നത്. അപ്പൊ ഈ ചൈനക്കാരൻ ജേർണലിസ്റ്റ് വലിയൊരു പത്രത്തിന്റെ എഡിറ്ററാണ്. അദ്ദേഹം പറഞ്ഞു, നീ ടാങ്ക് ഫുള്ള് ചെയ്യാൻ പറഞ്ഞു. അപ്പോൾ അവിടുത്തെ ജപ്പാൻ ഡ്രൈവർ പറഞ്ഞു, അത് ചെയ്യില്ല, 5 ലിറ്ററേ ഞാൻ എടുക്കുള്ളൂ എന്ന്. അതെന്താന്ന് പറഞ്ഞു, പുറയിൽ ആള് വരുന്നുണ്ട്, അവർക്കും അവസരം വേണം, അത് തീർച്ചയായിട്ടും ഞങ്ങൾ അത് പാലിക്കാം. അപ്പൊ ഇയാള് ചൈനയിൽ വന്നിട്ട് വളരെ ഒരു ഡീറ്റെയിൽഡ് ആയിട്ട് എഴുതി. അതേസമയം ഈ റേഡിയേഷൻ ഏതോ കാറ്റടിച്ചിട്ട് ചൈനയിലേക്ക് വരുന്നു എന്നൊരു കിംവദന്തി വരുന്നായിരുന്നു. ആ സമയത്ത് മറ്റൊരു കിംവദന്തി വന്നു. ഈ കോമൺ സോൾട്ട്, നമ്മുടെ സോഡിയം ക്ലോറൈഡ്, ഉപ്പ്, വീട്ടിലുപയോഗിക്കുന്ന ഉപ്പ് ഉപയോഗിച്ചാൽ, മേത്ത് തേച്ചാൽ റേഡിയേഷൻ എഫക്റ്റ് ചെയ്യില്ല എന്നൊരു റൂമർ വലിയ തോതിൽ ചൈനയിൽ പറഞ്ഞു. ഒരു നിമിഷങ്ങൾക്കകം ചൈനയിലെ എല്ലാ സ്റ്റോറുകളിലെയും ഉപ്പ് തീർന്നുപോയി. എല്ലാ സ്റ്റോറും, പ്രൈവറ്റ് സ്റ്റോറല്ല, ഗവൺമെന്റ് നമ്മളുടെ സപ്ലൈകോയിലുള്ള സ്റ്റോറുകളും ഉപ്പിന്റെ വില 10-20 വരട്ടേക്ക് എല്ലാവരും പൈസ ഉണ്ടാക്കി. അപ്പൊ ഏതൊരു ക്രൈസിസ് ആയാലും പൈസ ഉണ്ടാക്കുന്നവൻ പൈസ ഉണ്ടാക്കും. അത് ട്രംപ് തീർച്ചയായിട്ടും അതിനായിട്ട് ജനിച്ച ആളാണ്. അപ്പൊ അമ്മമാര് ഭയക്കാതെ ഇതിനെ എങ്ങനെയെങ്കിലും തീർച്ചയായിട്ടും ജീവിതാവസാനം വരെ നടക്കില്ല. മേ ബി ഒരു മാസം 1.5 മാസമൊക്കെ നീണ്ടു നിന്നേക്കാം. അങ്ങനെയാണെങ്കിൽ ധൈര്യത്തോടു കൂടി ഇതിനെ നേരിടുക. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.